ഇത് കണ്ടില്ലേ, ഈ കാണുന്ന കൊച്ചു ഗ്രാമമില്ലേ, ഒരു കാലത്ത് ഹരിതാഭയാർന്ന അതിമനോഹരമായ ഒരു ഗ്രാമമായിരുന്നു ഇത്. അത് ഈ ഗ്രാമത്തിന്റെ സുവർണകാലമായിരുന്നു. പക്ഷെ അത് അധിക കാലം നീണ്ടു നിന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഒരു രാക്ഷസന്റെ കണ്ണുകൾ ഈ ഗ്രാമത്തിന്മേലുടക്കി. ഇവിടുത്തെ ജനങ്ങളെ അവൻ അടിമകളാക്കി. അതുമാത്രമല്ല, ദാരിദ്ര്യം പിടിച്ച ഗ്രാമമെന്നവൻ പേരും. ഈ ദാരിദ്ര്യം പിടിച്ച ഗ്രാമവും ഞങ്ങളുടെ ജെട്ടി ഗാങ്ങും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞു. ഇന്ന് എങ്ങനെയെങ്കിലും 10 കൊട്ടകൂടി ഉണ്ടാക്കണം. എടാ മോനെ, ആ തീപ്പെട്ടി എന്നാ പിടിക്ക്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ വീടിന് മുമ്പിൽ കൂടി റോഡ് വരുമെന്ന്. അതുപോലെ ആയില്ലേ, നിങ്ങളുടെ വീടിന് മുമ്പിൽ കൂടി റോഡ് വരുമെന്നും പറഞ്ഞില്ലേ? അതെ സാറേ. എന്ത് പറ്റി രാമു? ഞങ്ങളുടെ നാട്ടിലെ കാരണവര് എന്റെ അടുത്ത് പറ്റില്ലെന്നും പറഞ്ഞ് വേറെ സ്ഥലത്ത് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തോരം ധൈര്യം ഉണ്ടായിരിക്കണോടി. കൊന്നു കളയും ഞാൻ. ഞങ്ങളുടെ എല്ലാം കച്ചവട ലാഭം പിഴിഞ്ഞൂറ്റി വലിയ മാളിക കിട്ടിയില്ലടാ നീ. നിന്റെ മക്കളെ എല്ലാം വിദേശത്ത് വിട്ട് പഠിപ്പിക്കുന്നു. എന്നാ ഞങ്ങളുടെ മക്കൾക്കോ പള്ളിക്കൂടത്തിന്റെ പടി കാണാതെ, അവസാനം കഴിക്കാൻ ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ പച്ചവെള്ളം കുടിച്ച് ജീവിക്കുന്നു. അവരുടെയൊക്കെ ശവത്തിന് മുകളിൽ നീ കെട്ടിപ്പൊക്കിയ നിന്റെ മാളിക ഒരു ദിവസം തകർന്നു വീഴും. ആർക്കും ഇല്ലാത്ത വിഷമം നിനക്ക് മാത്രം താടി വരുന്നേ. ദയവ് ചെയ്ത് വിട് കാർന്നോരെ. ഇനി ഇങ്ങനെ സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ പറയുന്നത് കേക്ക്. പറയുന്നത് എല്ലാവരും ശരിക്കും കേട്ടോ. ഈ നാടിന്റെ ദാരിദ്ര്യം മാറാനേ പോകുന്നില്ല. ഞാൻ തരുന്നത് വേണം ഇവിടെയുള്ളവർ തിന്നാൻ. ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കണം. എന്നെ എതിർക്കാനെങ്ങാനും ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാ ഈ ദാരിദ്ര്യം പിടിച്ച നാട് മുഴുവൻ ഞാൻ കത്തിച്ച് ചാമ്പലാക്കും. മങ്ങമ്മേ, എഴുന്നേക്ക് മോളെ. ഇവിടെ കുറെ മാറ്റങ്ങൾ വരുത്തും എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ പേടിക്കുന്ന കാര്യം എന്താ? ആ കിളവനെ ഒന്നും. സൂരി, നിനക്കൊന്നും അറിയില്ല, നീ വെറുതെ ഇരിക്കെ. നമ്മുടെ ഈ ഗ്രാമത്തിന്റെ അവസ്ഥ ഒരിക്കലും മാറില്ലേ? ആ രാക്ഷസന്റെ കയ്യിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമെങ്കിൽ ദൈവം നേരിട്ട് അവതരിക്കണം. ദാരിദ്ര്യം പിടിച്ച ഗ്രാമം കൊള്ള. ദാരിദ്ര്യമൊക്കെ ഈ ബോഡി തന്നെ ഉണ്ടല്ലോ. ഗെറ്റപ്പൊക്കെ മാറ്റ്, പെട്ടെന്ന് പണി തീർത്ത് പോവാൻ നോക്കാം നമുക്ക്. നിങ്ങളുടെ വീട്ടിലെന്തോ കാര്യമായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ടല്ലോ. എന്താണിത്? അത് നിങ്ങൾ കാണാത്തത് വല്ലോ ആണോ? നിനക്ക് എത്ര ആണുങ്ങളെ അറിയാം? ഞാനെല്ലാം മനസ്സിലാക്കി വെച്ചത് തെറ്റാണോ? നിന്നെ വിമാനത്തില് ദുബായിലേക്ക് കൊണ്ടുപോകുന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവന്മാരിത് എന്തേ കാണിച്ചോണ്ടിരിക്കുന്നത്? ഞാനങ്ങാനായിരുന്നെങ്കിൽ തകർത്തേനെ. എടാ സൂരി, സാറ് വന്നില്ലടാ? ഇല്ല കേട്ടോ, MLA ഓഫീസിൽ പോയിരിക്കുക. ആട്ടി ആട്ടി നാടി ചുറ്റി നടന്ന കലാകാരനാവൂന്ന. ആട്ടി ആട്ടി നടുവേദന സഹിക്കാൻ മേലതായിരിക്കുക. നിങ്ങളുടെ ചെട്ടി ഗാങ്ങിനെ ഞാനിപ്പോൾ പരിചയപ്പെടുത്താം. നീയൊക്കെ എന്താണ് ആർക്കെങ്കിലും കൊള്ളി വെക്കാൻ പോകണോ? പതിയെ പോടാ. മോഷ്ടിക്കാനായിട്ട് മുഹൂർത്തം നോക്കുന്ന മിസ്റ്റർ സിദ്ധാർത്ഥ്, മോഷ്ടിക്കാൻ വഴി കാണിച്ചു കൊടുക്കുന്ന മിസ്റ്റർ ലാന്തർ, കതകും ലോക്കറുമെല്ലാം തുറക്കുവാനായിട്ട് മിസ്റ്റർ റോഡ്, കൊള്ളയടിച്ച സ്വത്തുക്കൾക്ക് ഇൻചാർജ്
മിസ്റ്റർ ഭുവനി. പിന്നെ ഈ ഗാങ്ങിന്റെ മൊത്തം റിംഗ് മാസ്റ്റർ ഇവനാണ് ഗാങ് ലീഡർ മിസ്റ്റർ ജാനി. കാണാനൊരു തെമ്മാടിയെ പോലെ തോന്നുന്നുണ്ടോ? അച്ഛനും അമ്മയും പറഞ്ഞ കാര്യം തെറ്റിക്കരുതെന്നുള്ള തീരുമാനമെടുത്ത് ചെന്നൈയിൽ പോയി 4 തെമ്മാടി പിള്ളേരും കൂടെ ചേർത്ത് ചെട്ടി ഗ്യാങ്ങിന്റെ അവതാരമായി മോഷ്ടിക്കുന്നത് പോലെ അങ്ങ് ചെയ്തു ഞാൻ. എടാ പിശാച് പിടിച്ച കിളിയെ, ഇത് നിന്റെ കക്കൂസാന്ന് വിചാരിച്ചോ? വൃത്തിയായിട്ടതാണ്. വീടി വരെ കിട്ടുപോയി പിശാച്. എടാ സൂരി, ഇവന്മാരുടെ നാടകം എന്തൊരു വെറുപ്പിക്കലാടാ. ഒന്ന് ചുമ്മാ ഇരിക്കട്ടെ. എന്റെ അമ്പോ, കൊള്ളാലോ, ഈ വീട് കണ്ടിട്ട് നല്ല പ്രതാപമുണ്ട്. ഇന്ന് കലക്കും. ഈ വീട്ടിൽ കയറി എന്തേലുമൊക്കെ തടയും. ജാനി, ജാനി, ഈ വീട്ടിൽ കയറി കൈ നിറച്ച് സാധനം കിടന്നുള്ള ഉറപ്പാ? ഉള്ളതാണ്. ഞാൻ പറയുന്നതല്ല, ശാസ്ത്രം പറയുന്നതാ. എന്നകത്ത് കയറി നോക്കാം. ആ വീടിന്റെ മതിൽ ചാടി കിടന്ന് ആരുടെ കണ്ണിലും പെടാതെ അവൻ അകത്തേക്ക് വന്നു. അയ്യോ, എന്റെ തല. എടാ റോഡ് വേഗം ചെന്നാൽ ലോക്ക് തുറക്ക്. ഓക്കെ ജാനി. ഒന്ന് ആരോഗ്യത്തോടെ ചെയ്യണം. Human emotion ready to blast. Reason. ചാവിത നാളെ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോവാണോ? ഏതാണ്ട് നാടകം ഒന്ന് പോയടാ. അയ്യോ, എന്താ നിലയിട്ട് വന്നേ. ഓ, ഇന്ന് നമ്മള് കലക്കും. ഇങ്ങനെ വേണം ചെയ്യാൻ. ഓക്കെ ജാനി. ഓക്കെ. ഇവരെ കൊണ്ടൊക്കെ ശരി, നീ കാണ്. അപ്പോ ഞാനൊന്ന് അവൻ മൂത്രം ഒഴിച്ചിട്ട് വരാം. നോക്കിയപ്പോഴാണ് തുണിയില്ലാതെ കാവൽക്കാരൻ അവിടെ നിൽക്കുന്നു. കൊള്ളാം, കൊള്ളാം. മുഴുവൻ ഒഴിച്ചിട്ട് ആ, വന്നാ മതി. അതല്ലെങ്കിൽ അത്രേ ഉള്ളൂ. നീ കണ്ട് ആസ്വദിക്കേ. എടാ മുണ്ടാ, നിനക്കൊന്ന് നോക്കി നടന്നൂടെ? സോറി, കണ്ടില്ല. സോറി. അയ്യോ, ആ കിളവൻ എണീറ്റ്. അയാളുടെ വായിരിക്ക് കയറി നിൽക്കാത്ത ഇറങ്ങി അയാൾ കാണും. കൊള്ളാം. എടാ, ആ കിളവൻ വടിയായി കിടക്കാണോ? എടാ സൂരി, എടാ സൂരി, നമ്മുടെ രാജന്റെ മുത്തശ്ശന്റെ വീട്ടിലെ കള്ളന്മാരെ കയറിയിരിക്കുന്നത്. ഒന്ന് എണീറ്റ് വാടാ. വേഗം വാ. എല്ലാവരും എഴുന്നേക്ക്. വാ നോക്കാം. ചെല്ലേ, വിടാതെ.